ഹായ് ഓൾ, റെയിൻബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടെൻഷനും വിഷമവും ഉള്ളവർക്ക് മനസ്സിൽ സന്തോഷവും സമാധാനവും നിറയാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് 5 കാര്യങ്ങളാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകത്തുള്ളേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. നമ്മൾ ഹാപ്പി ആണെന്നതിൻ്റെ പ്രധാന ലക്ഷണം രാത്രിയിൽ നല്ലപോലെ ഉറങ്ങുന്നു എന്നതാണ്. ഈ ടെൻഷനും ആകുലതയും വേവലാതിയും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ കുറവായിരിക്കുന്നൊരു കാര്യമാണ് ഉറക്കം, അല്ലേ? അപ്പം ഉറക്കം ഇല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യമാണ് ചിരിക്കുക. ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഏതൊരാളും നമ്മളെ ഒന്ന് നോക്കി പുഞ്ചിരിക്കുവാണെങ്കിൽ നമ്മൾ തന്നെ ഹാപ്പിയാവും, അല്ലേ? അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞു വരുന്നൊരു കാര്യവും കൂടിയാണ് ചിരി എന്ന് പറഞ്ഞൊരു കാര്യം. നമ്മൾ ചിരിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്ത് റിലീസാകുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൻ്റെ എല്ലാ മസിൽസും റിലാക്സ് ആകും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അതുപോലെ വേറൊരു ടിപ്പാണ്, ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ പാടെ കണ്ണാടിക്ക് മുന്നിൽ പോയിട്ട് നമ്മളെ നോക്കി നമുക്കൊന്ന് ചിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെന്നെ ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിൽ വല്ല മാറ്റം ഉണ്ടോ? മാറ്റം ഉണ്ടാവും, ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഇന്ന് മുതലൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ നമ്മളോടൊന്ന് ചിരിച്ച് കാണിക്കുക. അതൊന്ന് കണ്ണാടിക്ക് മുന്നിൽ പോയിട്ട് ഒന്ന് ചിരിക്കാം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പോയിൻ്റാണ് വ്യായാമം. വ്യായാമം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാവരും തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ കൂടുതലായിട്ടും വീട്ടമ്മമാർ ചിന്തിക്കും, എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? ഞാൻ അല്ലാതെ തന്നെ ഒരുപാട് പണികൾ അടുക്കളയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ വ്യായാമത്തിൻ്റെ ഒരു കാര്യമുണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷേ അങ്ങനെ ഒരു ചിന്താഗതിയേ പാടില്ല കേട്ടോ. ആരായിക്കോട്ടെ, അടുക്കളയിൽ പണിയെടുക്കുന്നവരായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഒരു ദിവസം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഉറപ്പായിട്ടും വ്യായാമം ചെയ്യണം. നമ്മുടെ പണികളൊക്കെ എന്തും ആയിക്കോട്ടെ, അതൊന്നുമല്ല കാര്യം. പക്ഷെ അതിലപ്പുറം ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കണം. അതിലൂടെ നമുക്ക് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചാൽ, സെറിട്ടോണിൻ എന്നൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ സങ്കടത്തെയും വിഷാദത്തെയും ഒക്കെ നല്ലപോലെ കുറയ്ക്കും. ഡെയിലി നമ്മൾ ഈ വ്യായാമം ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു ഹോർമോൺ ഉണ്ടാകുമ്പം നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ആ സങ്കടങ്ങൾ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സന്തോഷങ്ങൾ ഒന്നുകൂടെ ഇരട്ടിയാവുക എന്നല്ലേ? ഓക്കെ. അപ്പം രണ്ടാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചോളൂ, വ്യായാമം. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഉറക്കം എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉണരാനും ഒരേ സമയത്ത് ഉറങ്ങാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ന് ആർക്കും പറ്റാത്തൊരു കാര്യമാണത്. മിക്കവാറും ആൾക്കാർ ഫോണിലൊക്കെ നോക്കി സ്ക്രോൾ ചെയ്ത് വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ വെറുതെ ആണെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയുകയില്ല. അപ്പം നമുക്ക് ഉറങ്ങാനായിട്ട് നമ്മൾ മസ്റ്റായിട്ടും ഒരു സമയം നമ്മൾ സെറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം നമ്മൾ നേരത്തെ ഉറങ്ങിയാലാണ് അതുപോലെ തന്നെ നേരത്തെ നമുക്ക് ഉണരാനും പറ്റുള്ളൂ. അതുപോലെ മെയിനായിട്ട് പറയാനുള്ളൊരു പോയിൻ്റാണ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതായത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും നമുക്ക് പാടില്ല. നമുക്കൊന്ന് നന്ദി പറഞ്ഞിട്ടൊക്കെ ഉറങ്ങാം, അല്ലേ? അപ്പം നന്ദി പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറയുക. ഉറപ്പായിട്ടും അതായിരിക്കും. നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുമ്പം അതെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ കിടക്കാം. ഇതൊക്കെ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിന് ഒരു കാരണമാകും കേട്ടോ. അതുപോലെ തന്നെ നല്ലപോലെ ഉറക്കം കിട്ടാൻ വേണ്ടി ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു ഉറക്കം നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത്രയും പോയിന്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിന്റാണ്, ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊന്നും ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു ശനിയാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ അങ്ങനെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം
ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമോ ഒക്കെ ഒന്ന് കഴിക്കണം. അത് നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടിരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് കുറച്ച് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്താഗതി നമുക്ക് വരും കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണേ. അടുത്ത ഒരു പോയിൻ്റാണ് താരതമ്യം ഒഴിവാക്കുക. മിക്കവാറും സ്ഥലങ്ങളിൽ ഞാനാണെങ്കിലും കണ്ടിട്ടുണ്ട്. ഒരാളെ വെച്ച് അടുത്ത ഒരാളെ കമ്പയർ ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ നെഗറ്റിവിറ്റി ഉണ്ട്. അല്ലേ? അപ്പം നമ്മൾ ഒരിക്കലും അവർ നല്ലതാണ്, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, അവരങ്ങനെ ചെയ്തപ്പം നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊന്നും ചോദിക്കരുത്. അങ്ങനെയൊന്നും പറയാനേ പാടില്ല. കാരണം ഓരോരുത്തരും യുണീക്കാണ്. എല്ലാവർക്കും അവരവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്. ഒരു കാരണവശാലും പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യത്തിൽ വേറെ ആരുടെയും മുമ്പിൽ വെച്ചിട്ട് ആ കൊച്ചങ്ങനെയാണല്ലോ നിനക്കെന്താ ഇങ്ങനെ, അങ്ങനെ ചോദിക്കാനേ പാടില്ല കേട്ടോ. അതൊക്കെ കുട്ടികളെയൊക്കെ ആണെങ്കിൽ പിള്ളേരുടെയൊക്കെ കേസിലാണെങ്കിൽ അത് ഒരുപാട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് താരതമ്യം ഒഴിവാക്കുക. അതിപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, വലിയ ആൾക്കാരാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളോട് ആരെങ്കിലും വേറൊരാൾ വന്ന് പറയുക, കണ്ടില്ലേ അത് നല്ലതാണല്ലോ, അതെന്താ നീ അങ്ങനെ ചെയ്യാത്തെ, നീ ചെയ്തത് മോശമായി പോയല്ലോ എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്കാണെങ്കിലും ഒരു വിഷമവും ഒക്കെ സങ്കടമൊക്കെ വരും അല്ലേ. ഒരിക്കലും അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളെപ്പോഴും സംസാരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെ മൂർച്ചയുള്ള കാര്യമാണ് അല്ലേ. അത് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഹേർട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് സോറി പറഞ്ഞാലും ആ ഒരു സമയത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞാലും അതെപ്പോഴും അത് ഓരോരുത്തരുടെ മനസ്സിൽ തന്നെ കിടക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം ഇത്രയും സമയം കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ടെൻഷനും ഒക്കെ മാറാൻ വേണ്ടിയിട്ട്, മനസ്സിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാ ഇത്രയേ ഉള്ളൂ. 1 ചിരിക്കുക, 2 വ്യായാമം ചെയ്യുക, 3 നല്ല പോലെ ഉറങ്ങുക, 4 ഇഷ്ടമുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക, 5 താരതമ്യം ഒഴിവാക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ഇരിക്കുക. ടേക്ക് കെയർ ഓൾ. താങ്ക് യു.